ഹാത്രസ് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ തെളിവെടുപ്പ് ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കുന്ന ജില്ലാ മജിസ്ട്രേറ്റ് അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. മുഖ്യപ്രതി പ്രകാശ് മധുക്കറെ അറസ്റ്റ് ചെയ്തു. അതേസമയം ബോലെ ബാവയെ ഇതുവരെ കണ്ടെത്താൻ UP പോലീസിന് സാധിച്ചിട്ടില്ല. രാകേഷ് ചേരുകയാണ്. രാകേഷ്, ഒരുപാട് ആളുകൾ മരിച്ച ഒരു സംഭവമാണ്. ബോലെ ബാവയെ ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അന്വേഷണം ഏത് തരത്തിലാണ്? ഇതിന്റെ മരണകാരണവുമായി ബന്ധപ്പെട്ട്, ഈ ദുരന്ത കാരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. അതിനപ്പുറത്തുള്ള ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? രഞ്ജിത്ത്, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ സംസ്ഥാന സർക്കാർ ഈ ദുരന്തത്തിന് ശേഷം നിയോഗിച്ചതാണ്. കാരണം സമീപകാലത്തെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ഹാത്രസിൽ സംഭവിച്ചത്. 121 പേരുടെ മരണം. ഏതായാലും അലഹാബാദ് ഹൈക്കോടതി മുൻ റിട്ടയർഡ് ജസ്റ്റിസ് ബ്രിജേഷ് കുമാർ ശ്രീവാസ്തവയുടെ നേതൃത്വത്തിലുള്ള 3 അംഗ സംഘമാണ് ഇന്ന് ഹാത്രസ് സന്ദർശിക്കുക. ആദ്യം ജില്ലാ മജിസ്ട്രേറ്റ്, ഒപ്പം തന്നെ SP അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം സംഭവ സ്ഥലത്ത് ഈ സംഘം സന്ദർശിക്കും. ഒപ്പം ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് മൊഴിയെടുപ്പും നടത്തും. അങ്ങനെ തെളിവെടുപ്പ് നടത്തുകയാണ്. ഏതായാലും 2 ദിവസം സന്ദർശനത്തിൽ നാളെയും സമാനമായ രീതിയിൽ കൂടിക്കാഴ്ചകൾ ഈ സംഘം നിശ്ചയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത, ഈ കേസിന്റെ അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ സംഘാടകനായ ദേവ് പ്രകാശ് മധുകറെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ ബോലെ ബാബയുമായി അടുത്ത ബന്ധമുള്ള അടുത്ത അനുയായി കൂടിയാണ് ഈ ദേവ് പ്രകാശ് മധുകർ. ഇതിൽ ഡൽഹിയിൽ നിന്നാണ് ഇപ്പോൾ ഇന്നലെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാർത്ത പുറത്തു വരുന്നത് ഇപ്പോഴാണ്. പക്ഷേ കഴിഞ്ഞ ഈ സംഭവത്തിന് ശേഷം ഇയാളെയും ബോലെ ബാബയ്ക്ക് സമാനമായ രീതിയിൽ മധുകരെയും കാണാനുണ്ടായിരുന്നില്ല. പക്ഷേ അഭിഭാഷകൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം, ഡൽഹിയിൽ ചികിത്സയ്ക്കായി പോയതാണ്, ഹൃദയ സംബന്ധമായ അസുഖമുണ്ടായിരുന്നു, അല്ലാതെ ഒളിവിൽ പോയതല്ല എന്നൊരു വിശദീകരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹാത്രസ് SP തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ബോലെ ബാബയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം പലയിടത്തും UP പോലീസ് റെയ്ഡ് നടത്തിയിരുന്നെങ്കിൽ പോലും ഒരിടത്തും UP പോലീസിനെ കണ്ടെത്താൻ സാധിച്ചില്ല. മാത്രവുമല്ല, അതിനിടയിൽ രാജ്യം വിട്ടു എന്നടക്കമുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വന്നു. പക്ഷേ അഭിഭാഷകൻ, അതായത് ബോലെ ബാബയുടെ അഭിഭാഷകൻ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത് രാജ്യം വിട്ടിട്ടില്ല, മറ്റു സംസ്ഥാനങ്ങളിലേക്കും കടന്നിട്ടില്ല, ബോലെ ബാബെ UPയിൽ തന്നെ ഉണ്ട് എന്ന അവകാശവാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ പകരം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, UP പോലീസ് ഇതുവരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മൊഴിയെടുക്കാനോ മറ്റോ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഹാജരാകാൻ തയ്യാറാണ് എന്ന പ്രതികരണമാണ് ഇപ്പോൾ അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും പോലീസ് ആകട്ടെ ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വിശദീകരണമാണ് ഈ ഘട്ടത്തിലും നൽകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ ദിവസം സന്ദർശിച്ച് നമ്മൾ കണ്ടതാണ്. ഇത് വരുത്തിവെച്ച് ദുരന്തമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ പ്രതികരണങ്ങളിൽ എല്ലാവരും അല്പം മയപ്പെട്ടാണോ? ഈ ബോലെ ബാവയ്ക്കെതിരെ സംസാരിക്കാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകാത്തൊരു സാഹചര്യം കൂടിയുണ്ടോ? അദ്ദേഹത്തിന്റെ സ്വാധീനവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രസക്തിയും ഒക്കെ രാഷ്ട്രീയ പാർട്ടികളെയും ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ടോ സനീഷ്? ചെയ്യണം അങ്ങനെ വേണം കരുതാൻ രഞ്ജിത്ത്. കാരണം പ്രാദേശിക തലത്തിലെങ്കിലും UPയിലെങ്കിലും അത്തരമൊരു പ്രതികരണം നേതാക്കളുടെ ഭാഗത്ത് സ്വാഭാവികമായ ഒരു മയപ്പെട്ട പ്രതികരണമാണ് ഉണ്ടാകുക എന്ന് കരുതേണ്ടിയിരിക്കുന്നു. കാരണം ബോലെ ബാബയ്ക്ക് സ്വാധീനം UPയിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലൊക്കെ തന്നെ ആയിരക്കണക്കിന് അനുയായികളുണ്ട്. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ ഇത്തരം മയപ്പെട്ട പ്രതികരണങ്ങൾ വരാനുള്ള കാരണവും. ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അഭിഭാഷകന്റെ പ്രസ്താവന വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. പ്രത്യേകിച്ച് UP സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ വിമർശനം ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല എന്നാണ്. അത് UP പോലീസ് സമീപകാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്ന വാദങ്ങൾക്ക് വിരുദ്ധമാണ്. അതായത് UP പോലീസ് അവകാശപ്പെട്ടിരുന്നത് പലയിടങ്ങളിലും പരിശോധന നടത്തി, പക്ഷേ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ ആ വാദങ്ങൾ തള്ളുന്നതാണ് അഭിഭാഷകന്റെ പരാമർശം. അത് സ്വാഭാവികമായും വലിയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചേക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഏതായാലും ആ വിഷയം UP പോലീസിനും UP സർക്കാരിനെതിരെയും ആയുധമാക്കിയേക്കും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. നമുക്ക് മറ്റൊരു